ഹി ലോസ്റ്റ് ഹിസ് വൈഫ്. അതിൻ്റെ ഗ്രീഫും എനിക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ കൂടെ നിന്നതും ഇപ്പം നിൽക്കുന്നതും. ബട്ട് അറ്റ് സം പോയിന്റ് അതിനെ ഓവർകം ചെയ്ത് മൂവ് ഓൺ ചെയ്യണ്ടേ? ആഫ്റ്റർ ഓൾ ഞാനും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട്. ഡോണ്ട് ഐ ഡിസേർവ് എ ബെറ്റർ ഡീൽ? ഞാനൊരു മെഷീനൊന്നുമില്ല സ്വിച്ച് ഇടുമ്പോൾ ഹാപ്പി ആവാൻ. എനിക്ക് എൻ്റെതായ സ്പേസും മീ ടൈമും വേണം. അത് വേണ്ടാന്ന് ആര് പറഞ്ഞു? ഈ സ്പേസും മീ ടൈം എന്നൊക്കെ പറയുന്നത് 24 മണിക്കൂറിൽ എത്ര നേരമാണല്ലോ? ഇതിൽ അവർ ടൈം എത്ര നേരമാണ്? 0. ബിഗ് ബിഗ് 0. കുട്ടൂനെ ഞാൻ നോക്കുന്നതിൽ എന്തെങ്കിലും തകരാറുണ്ടോ? അതും ഇങ്ങനെ ഒരു പാർട്ട്ണറെ അല്ലേ നീ എക്സ്പെക്റ്റ് ചെയ്തത്? അത് ഞാൻ അറിയണമെങ്കിൽ പറയണമല്ലോ. ലോങ് സൈലൻസിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഐ നീഡ് ടു ബി സ്പോക്കൺ ടു. സ്നേഹ, അലൻ ഷീസ് റെഡി ടു ലിസൺ ടു യു. അങ്ങനെ ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ ഒരു സൈഡിൽ നിന്നുണ്ടാകുമ്പോൾ അതിലേക്ക് ഒരു ഹാഫ് വേ എത്താനുള്ള ശ്രമമെങ്കിലും അലൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ തിങ്സ് വിൽ ബി മച്ച് ബെറ്റർ അല്ലേ? തന്നെയല്ല, ഒരു കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആകുമ്പം സ്നേഹയ്ക്ക് അലൻ്റെ കംപ്ലീറ്റ് സപ്പോർട്ട് വേണ്ടേ? സി, ഇവിടെ എന്നെ ടാർഗറ്റ് ചെയ്താണ് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത്. നോ അലൻ, നിങ്ങൾ അന്യോന്യം ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ്സ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഹിയർ. കഴിഞ്ഞ സെഷനിൽ ഞാനത് പറഞ്ഞാണല്ലോ. എനിക്ക് 3 മണിക്കൊരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ മാത്രം ആവശ്യമാണ് സാർ. മാരേജ് കഴിഞ്ഞ് ഇത്ര നാൾ ഈ ദിവസം വരെ അലൻ്റെ ലൈഫിൽ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാത്രം പെരുമാറാൻ എനിക്ക് പറ്റില്ല. അത്തരം റൊമാൻസിലുള്ള പ്രായവും കാലവും കഴിഞ്ഞു പോയി എനിക്ക്. ടു ഹെൽ വിത്ത് യുവർ റൊമാൻസ്. അതായിരുന്നു എനിക്ക് വേണ്ടതെങ്കിൽ ഭാര്യയും കുട്ടിയുള്ള ഒരാളായിരിക്കില്ല ചോയ്സ്. ബേസിക് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ അതുണ്ടായിരുന്നല്ലോ അല്ലേ നമ്മൾ തമ്മിൽ. അവിടെ നിന്നാണല്ലോ നമ്മൾ തുടങ്ങിയത്. ഞാൻ എൻ്റെ ലിമിറ്റെത്തി നിൽക്കുക. ഐ എം വാർണിംഗ് യു. സ്നേഹ എത്ര കാലമായിട്ട് എറണാകുളത്തുണ്ട്? ഒരു 2.5 വർഷം. അതിനു മുമ്പ് എവിടെയായിരുന്നു? ആദ്യം നോയിഡ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അതപ്പോ ഒരു 5-6 വർഷം മുമ്പായിരിക്കും. പിന്നെ മുംബൈ. ഒരു 2016 2017 സമയത്തൊക്കെ? ആ സമയത്തൊക്കെ മുംബൈയിലാ. അതെ 2016 ഒക്ടോബറിൽ ഞാൻ ഷേർലി ചേച്ചിയോട് മുംബൈയിൽ പോയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഒരു ആവശ്യത്തിന് ഓഫീസിൽ വന്നപ്പോൾ ജസ്റ്റ് പരിചയപ്പെട്ടു. എനിക്ക് അപ്പയുടെ സമ്മതമാണ്.